യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ അങ്ങിലലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ അങ്ങിലലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. എന്നെ മുറ്റും നീ കഴുകണമേ. എന്നേശുവേ നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാകണേ. എന്നെ മുറ്റും നീ കഴുകണമേ. എന്നേശുവേ നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാകണേ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കിടന്ന നല്ല പ്രിയമുള്ളവർക്കും വിശേഷാല ഈ സഭയുടെ സീനിയർ ശുശ്രൂഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പക്ഷേ ബിജു പാഷക്ക്, അതുപോലെ തന്നെ പ്രിയ സന്തോഷ് പാഷ, ക്രിസ്തുവിൽ ഞങ്ങൾ വളരെ സ്നേഹിക്കുന്ന ബിജു പാഷ പിതാവ് സണ്ണിച്ചാൻ കർത്താവിൻ്റെ ദാസൻ, അതുപോലെ വൈപ്പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പാഷ മാത്യു ബേബി ഉൾപ്പെടെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇവിടെ വന്നപ്പോഴാണ് പ്രിയ ജോമോൻ, ജോമോൻ സ്തോത്രം, ഇരുവരും ചർച്ചിലും ട്രഷറായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടായി. അതുപോലെ തന്നെ MC കുര്യൻ സാറിൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ വിവാഹ ശുശ്രൂഷ ഞാൻ ചെയ്തതെന്ന് അറിയുവാൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയമുള്ളവർക്കും ആ സ്തോത്രം. എന്നെ വേറെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ? എന്നെ ആദ്യമായിട്ട് കാണുന്നവർ കൈയൊന്ന് നിർത്തിക്കാട്ടെ. ആദ്യമായിട്ട്, ഫസ്റ്റ് ടൈം people those who are meeting me, would you please raise your hands? Never seen me? Oh, stotram. Also, I am so glad to be with the students from Vaiva. I had been in Goa working with Operation Mobilization. During that time, we had a close relationship with the Vaiva students and Vaiva group in Goa. So I am so glad that you are here, and I am really enjoyed by hearing your testimony as well as your worship. May the Almighty Lord richly bless you. Always I am happy to see such a kind of missionary students. I do encourage them. You got an ample of opportunity in Kerala, especially our pastor welcomed you and give an opportunity to be with them and hear your testimony. I am so glad about that. I really appreciate Pastor Biju also for welcoming them and entertaining them. Stotram. Thank you. And you are feel free to come to Mulakura and spend some time with the Mulakura Mount Zion Bible Seminary students. If you have time, just keep in touch with our beloved YP person, Pastor Matthew Baby. He will give you the address and he will settle the program over there. താങ്ക് യു. സ്തോത്രം. എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പാസ്റ്റർ ഫാമിലി, പാസ്റ്റർ സിസ്റ്റർ ജീനു ഇവിടെ ഇല്ലേ? സ്തോത്രം. ഓക്കെ, ഞാൻ അവിടെയാണ് നോക്കി. മുകളിവിടില്ലേ? ഓ ഗ്രേറ്റ്. ഞങ്ങളൊക്കെ കണ്ടതിൽ സന്തോഷം. ഒത്തിരി സന്തോഷമുണ്ട്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും പേരെ കർത്താവ് ഇവിടെ ആരാധിക്കാൻ തന്നതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി ഒരു ബ്രോഷർ എനിക്ക് കിട്ടുവാനിടയായി തീർന്നു ഡ്യൂറിങ് ദ കൺവെൻഷൻ. ഞാനത് വീട്ടിൽ ചെന്ന് പിന്നെ കൺവെൻഷനൊക്കെ കഴിഞ്ഞ് വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നാനിടയായി തീർന്നു. ഒത്തിരി പ്രവർത്തനങ്ങൾ. ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ കണ്ട ഒരു ബ്രോഷറിൽ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 9 മണി വരെ ഇവിടെ പ്രോഗ്രാമാണ്. ഞാൻ ചിലർക്കൊക്കെ അത് അയച്ചു കൊടുത്തു. ചിലരോടൊക്കെ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്നപ്പോൾ പറയുവാനിടയായി തീർന്നു. അത്ര ആക്റ്റീവായൊരു പാസ്റ്റേഴ്സ്, അത്ര ആക്റ്റീവായ a group of students and a group of believers. I'm so glad that എപ്പോഴും ഇങ്ങനെ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാനിടയായി തീരട്ടെ. കർത്താവ് ധാരാളമായി സഭയെ വർദ്ധിപ്പിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ്റെ ആഗ്രഹം പോലെ ഒരു വിശാലമായ സ്ഥലം ഈ ദിവസങ്ങളിൽ കർത്താവ് നമുക്ക് തരട്ടെ. എല്ലാ മേഖലയിലും കർത്താവിൻ്റെ അനുഗ്രഹം കൂടി ഉണ്ടാകട്ടെ. സ്തോത്രം. ഇന്ന് പകല് സ്വല്പസമയം ദൈവവചനം ധ്യാനിക്കുവാനായിട്ട് നമ്മൾ ചെലവഴിക്കുമ്പോൾ
നമ്മൾ വന്നതിൻ്റെ ഉദ്ദേശ്യം എന്തുവാ? വൈ വി ആർ ഹിയർ ടുഡേ? വൈ വി ആർ ഹിയർ ടുഡേ? വൈ 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 വി ആർ ഹിയർ ടുഡേ? എന്താ നമ്മളിന്ന് അവിടെ വന്നതിൻ്റെ ഉദ്ദേശ്യം? വർഷിപ്പ് ദ ലോർഡ്. വർഷിപ്പ് ദ ലോർഡ്. ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ വന്നത്. By worshipping the Lord, we are getting closer to the Lord, right? നമ്മൾ ആരാധിക്കുന്നതോറും ദൈവത്തോട് അടുത്തുകൊണ്ടിരിക്കുക, അല്ലേ? ദൈവത്തോട് അടുക്കുക. യഥാർത്ഥമായിട്ട് നമുക്ക് ആരാധിക്കാൻ കഴിഞ്ഞോ? യേശുവേ അങ്ങില്ലെങ്കിൽ ഒന്നുമില്ല ഞാൻ. ഹൃദയംഗമായി നമുക്ക് പാടാനായിട്ട് കഴിഞ്ഞോ? അത് മ്യൂസിക്കിൻ്റെ കൂടെ നമ്മളും പാടിയതാണോ? യഥാർത്ഥമായി നമുക്ക് ആരാധിക്കാൻ കഴിഞ്ഞോ? നമ്മളും ദൈവവുമായുള്ള ബന്ധം എപ്രകാരമായിരിക്കുന്നു? ഹൗ ഈസ് അവർ റിലേഷൻഷിപ്പ് വിത്ത് ഓൾമൈറ്റി ലോർഡ്, വൺ ഹു ഡൈഡ് ഓൺ ദ ക്രോസ് ഓഫ് കാൽവറി ഇൻ ഓർഡർ ടു റെഡീം us ഫ്രം ദ ബോണ്ടേജ് ഓഫ് സിൻസ് ആൻഡ് ട്രാൻസ്ഗ്രഷൻസ്. ഹൗ ഈസ് അവർ റിലേഷൻഷിപ്പ്? നമ്മുടെ കർത്താവുമായുള്ള ബന്ധം എപ്രകാരമായിരിക്കുന്നു? ഡു വി ഹാവ് എ ക്ലോസ് കണക്ഷൻ വിത്ത് ദ ലോർഡ്? ഡു വി ഹാവ് എ അഫെക്ഷനേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ്? അത്ര അടുത്തൊരു ബന്ധം കർത്താവുമായിട്ട് നമുക്കുണ്ടോ? എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എല്ലാറ്റിനും ഉപരിയായി. ദൈവം എന്തെങ്കിലും തന്നത് കൊണ്ടല്ല ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. കാർ തന്നതുകൊണ്ടോ, വീട് തന്നതുകൊണ്ടോ, നല്ല വിദ്യാഭ്യാസം തന്നതുകൊണ്ടോ, പപ്പയും മമ്മയും അനുഗ്രഹിച്ചതുകൊണ്ടോ ഒന്നുമല്ല നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത് ഹീ ഈസ് ദ ഓൾമൈറ്റി ഗാഡ്, എൽ ഷഡായ്. അവൻ സർവശക്തനായ ദൈവമായതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. ഈസ് എൽ എലിയോൻ, ഈസ് ദ മോസ്റ്റ് ഹൈ ഗാഡ്. അത്യുന്നതനായ ദൈവമായതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ ഈസ് ആൻ ഓസം ഗോഡ്. സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, സ്വയാധിക്യമുള്ളവൻ, നിത്യനായവൻ, മാറ്റമില്ലാത്തവൻ, പരിശുദ്ധനായ ദൈവം. ഈസ് ദ മോസ്റ്റ് ഹോളി ഗോഡ്, omnipresent and omniscient, and he is everlasting God, yesterday, today and forever. he is the same. ഈ ലോകത്തിൽ എല്ലാത്തിനും മാറ്റമുണ്ട്, എൻ്റെ ദൈവത്തിന് മാറ്റമില്ല. നമുക്കൊക്കെ മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കുക. We all are changing day by day. But ദൈവത്തിന് യാതൊരു മാറ്റവുമില്ല. He is the omnipotent God. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്, അല്ലേ? ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത് അതുകൊണ്ടാണ്. യേശു ക്രിസ്തുവിൻ്റെ കൂടെ, യേശു ക്രിസ്തുവിൻ്റെ സഹോദരനായ ദ ബ്രദർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഹാഫ് ബ്രദർ വി ക്യാൻ സേ, യാക്കോബ്, ജെയിംസ്, യേശുവിൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ യേശുവിനെ പരിഹസിച്ച ഒരാളാണ്. പക്ഷേ യേശുവിൻ്റെ ഉയർപ്പിന് സാക്ഷിയായ ആ യാക്കോബ്, അല്ലെങ്കിൽ ഉയർപ്പിന് ശേഷം കർത്താവിന് വേണ്ടി സമർപ്പണ ജീവിതം നയിച്ച കർത്താവിൻ്റെ ദാസൻ, ആദ്യത്തെ യെരുശലേം കൗൺസിലിൻ്റെ അധ്യക്ഷനായിരുന്നവനായ യാക്കോബ്, സഭയുടെ പില്ലറായെന്ന് പറയുന്ന യാക്കോബ്. യാക്കോബിനെ പറ്റി പറയുമ്പോൾ യാക്കോബിൻ്റെ മുട്ടൊക്കെ ഒട്ടകത്തിൻ്റെ മുട്ട് പോലെ താഴമ്പായിരുന്ന പറയുന്നത്. മണിക്കൂറുകൾ ദൈവസ്ഥനിൽ ഇരിക്കുന്ന ഒരു ഭക്തനായിരുന്നു. യാക്കോബ് ലേഖനം എഴുതിയപ്പോൾ നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ എഴുതിയ ഹൗ ടു ലീവ് എ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്, ഹൗ ടു ലീഡ് എ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്, എങ്ങനെ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയുമെന്ന് യാക്കോബ് അപ്പോസ്തലൻ നമുക്ക് കാണിച്ചിരുന്നു. ഹൗ ടു ലീഡ് എ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്, എങ്ങനെ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഴിയും. സ്തോത്രം. അതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. ഇവിടം കൊണ്ട് തീരുന്നതല്ല, ഈ ലോകത്തിലെ 1 or 2 ആഴ്ചയോ മാസം കൊണ്ട് തീരുന്നതല്ല ഇത്. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ, നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെയായാൽ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ
വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കിയവർ അനുകാരികളായി തീരും. നിങ്ങൾ ഓരോ ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു, ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം, കുറച്ച് നാളല്ല, അവസാനത്തോളം, വാട്ട് എവർ സർക്കംസ്റ്റാൻസസ് ഇറ്റ് മേ ബി, വാട്ട് എവർ പ്രോബ്ലംസ് വി മേ ഫേസ്, till the end, till the death, till the coming of the Lord Jesus Christ, we have to be zealous. അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണം. എങ്കിൽ മാത്രമേ വിജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നമുക്ക് നയിച്ചു എന്ന് പറയാനായിട്ട് കഴിയത്തുള്ളൂ. ഇന്ന് പകൽക്കാലത്തെ ചുരുക്ക സമയ ചിന്തയ്ക്കായി യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം, ജെയിംസ് ചാപ്റ്റർ 4 verse 8. Yes. മതി. Draw near to God and he will draw near to you. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. സ്തോത്രം. അപ്പോസ്തലൻ യാക്കോബ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുമ്പം അതിൻ്റെ 1-ാം അധ്യായത്തിൽ പരീക്ഷകളെ എങ്ങനെ തരണം ചെയ്യുന്നു, പരീക്ഷണം, ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷണങ്ങൾ, അതിനെ എങ്ങനെ തരണം ചെയ്യാമെന്ന് എഴുതുന്നു. 2-ാം അധ്യായത്തിൽ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണെന്ന് പറയുന്നു. 3-ാം അധ്യായത്തിൽ നമ്മുടെ നാവിനെ എങ്ങനെ കടിഞ്ഞാണിടണമെന്ന് പറയുന്നു. സ്തോത്രം. 4-ാം അധ്യായത്തിൽ എങ്ങനെ ദൈവത്തോട് അടുക്കാം. 5-ാം അധ്യായത്തിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യതയെ നമുക്ക് കാണാൻ കഴിയും. 7 പ്രാവശ്യം പ്രാർത്ഥിക്കണം, 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 പ്രാർത്ഥിക്കണം എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, ഡ്രോ നിയർ ടു ഗോഡ് ആൻഡ് ഹി വിൽ ഡ്രോ നിയർ ടു യു. ദൈവത്തോട് അടുത്ത് ചെല്ലുവീ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. ഇന്ന് നമ്മൾ വന്നതിൻ്റെ ഉദ്ദേശം ദൈവത്തോട് അടുക്കുക. ഡേ ബൈ ഡേ വി ആർ ഡ്രോയിങ് നിയർ ടു ഗോഡ്. ദൈവത്തോട് അടുത്ത് ചെല്ലുക, ദൈവത്തോട് അടുത്ത് ചെല്ലുക. എത്രമാത്രം ദൂരെയാണ് ഇന്ന് പകൽ നമ്മൾ ദൈവവുമായിട്ട്, എത്രമാത്രം ദൂരെയാണ്. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ എന്തെല്ലാം ചിന്തകളാണ് നമ്മളെ ഭരിക്കുന്നത്, എന്തെല്ലാം ചിന്തകളാണ്. വീട്ടിൽ ചെന്നാൽ 12-10 ഇപ്പം ഇനി എപ്പം തീരും. വീട്ടിൽ ചെന്നാൽ ചായന് ഷുഗറുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ചില ദേഷ്യം ഉണ്ടാകുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ നിന്ന് ചിന്തിക്കുക, എന്തോ ചെയ്യും, വീട്ടിൽ ചെന്ന് എന്തൊക്കെ ചെയ്യണം, ഫ്രിഡ്ജിൽ എന്തൊക്കെ ഇരിപ്പുണ്ട്, ഇവിടെ ഇരിക്കുമ്പോൾ ചിന്തയാണ്. സ്തോത്രം. പക്ഷേ ദൈവനം പറഞ്ഞു, നിങ്ങൾ ദൈവത്തോട് അടുത്ത് വരണം. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ലോർഡ് ഗിവ് മീ ആൻ അൺഡിവൈഡഡ് ഹാർട്ട് സോ ദാറ്റ് ഐ മേ ഫിയർ യു. ദൈവമേ, അങ്ങേ ഭയപ്പെടാൻ തക്കണം ഏകാഗ്രമായൊരു ഹൃദയം എനിക്ക് തരണമേ. ഏകാഗ്രമായൊരു ഹൃദയത്തോടെ ഒരു സ്തോത്രം പറഞ്ഞാൽ ദൈവത്തോട് പ്രസാദിക്കാനിടയായിത്തീരും. ഏകാഗ്രമായ ഹൃദയത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ ദൈവം നമ്മളിൽ പ്രസാദിക്കാനായിട്ടിടയായിത്തീരും. എങ്ങനെ ദൈവത്തോട് അടുക്കാൻ കഴിയും? മോശ 40 വർഷം കൊട്ടാരത്തിലായിരുന്നു, അടുത്ത 40 വർഷം മരുഭൂമിയിലായിരുന്നു. തൻ്റെ 80-ാമത്തെ വയസ്സിൽ മോശ ഒരു കാഴ്ച കാണുക, മുള്ളെല്ലാം കൂടെ ഭയങ്കരമായിട്ട് കത്തുക. പല പ്രാവശ്യം അത് കണ്ടതാണ്, പക്ഷേ ഈ പ്രാവശ്യം കാണുന്ന കാഴ്ച വളരെ ഡിഫറൻ്റായൊരു കാഴ്ചയാണ്. കാരണം മുള്ള് കത്തുന്നുണ്ടെങ്കിലും അത് ചാമ്പലാകുന്നില്ല, അത് ചാരമാകുന്നില്ല, പുക പറക്കുന്നില്ല, പക്ഷെ കത്തിക്കൊണ്ടിരിക്കുക. ഇക്കാലഘട്ടത്തിൽ അങ്ങനെ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലേ. പക്ഷേ ഒരു ഇല പോലും കരിയുന്നില്ല. മണിക്കൂറുകൾ ഒരുപക്ഷെ നോക്കി കണ്ടു കാണും. അത് കഴിഞ്ഞ് ദൈവത്തോട് അല്ലെങ്കിൽ അവിടെ എന്തോ കാഴ്ചയെന്നറിയാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുക. അങ്ങോട്ട് ചെല്ലുമ്പോൾ അത്യുഗ്രമായ ഒരു ശബ്ദം കേൾക്കുക, മോസസ്, മോസസ്, ദ പ്ലേസ് വെയർ യു ആർ സ്റ്റാൻഡിങ് ഈസ് ഹോളി. മോശയെ, മോശയെ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ എൻ്റെ കാലിൽ നിന്നും ചെരുപ്പഴിച്ച് മാറ്റുക. സ്തോത്രം.
റിമൂവ് ദ സാൻഡ്. നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ച് മാറ്റുക. ഓർത്ത് നോക്കിയേ, ഇങ്ങോട്ട് അടുക്കരുതെന്ന് പറഞ്ഞ അതേ ദൈവം പിന്നത്തേതിൽ മോശയോട് പറയുക, മോശേ, നിന്നോട് ഞാൻ ദർശനമായിട്ടോ വെളിപ്പാടോ ഒന്നും ആയിട്ടല്ല സംസാരിക്കുന്നത്, ഞാൻ മുഖാമുഖമായ സംസാരിക്കുന്നത്. ജീവിതത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിച്ചതിന് ശേഷം ദൈവത്തോട് അടുത്താൽ സർവശക്തനായ ദൈവം നിൻ്റെ അടുക്കൽ വരും. സ്തോത്രം. ജീവിതത്തിൽ ഇവിടെ ഇരിക്കാം, പാട്ടുപാടാം, കൈയടിക്കാം, പ്രസംഗിക്കാം, പ്രസംഗം കേൾക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ ദൈവത്തിന് ഹിതമല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തോട് നമുക്ക് അടുക്കാൻ കഴിയത്തില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിന് നമ്മളോട് അടുക്കാൻ കഴിയത്തില്ല. ബിക്കോസ് ഹി ഈസ് ദ മോസ്റ്റ് ഹോളി ഗാഡ്. അവൻ ഹല്ലേലൂയ വിശുദ്ധനായ ദൈവമാണ്, വിശുദ്ധനായ ദൈവമാണ്. വിശുദ്ധനായ ദൈവത്തോട് അടുക്കണമെങ്കിൽ വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകല് ഹല്ലേലൂയ ദൈവത്തിന് ഹിതമല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സ്തോത്രം, ആ ദൈവത്തിന് ഹിതമല്ലാത്ത പലതും നമ്മളെ സ്വാധീനിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിൽ ഒരുങ്ങി വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് കോവിഡിന് ശേഷം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും മൊബൈൽ ഫോൺ ഉള്ളത് കൊണ്ട്, ഇൻ്റർനെറ്റ് ഉള്ളത് കൊണ്ട് അവർക്ക് ഏത് സൈറ്റിലും പപ്പ കാണാതെ മമ്മി കാണാതെ പോകാനുള്ള സ്വാതന്ത്ര്യമുള്ള ഈ കാലഘട്ടത്തിൽ ഒരു കാര്യം ഓർക്കണം, ദൈവത്തിന് അനിഷ്ടമില്ലാത്തതാണ് നീ അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവം നമ്മളിൽ പ്രസാദിക്കത്തില്ലെന്നുള്ള കാര്യം ഓർക്കണം. സ്തോത്രം. ഹൗ ടു ഗെറ്റ് ക്ലോസർ ടു ദ ലോർഡ്. എങ്ങനെ ദൈവത്തോട് അടുക്കാൻ കഴിയും? ചില നിമിഷങ്ങൾ മാത്രം നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെ ദൈവത്തോട് അടുക്കാൻ കഴിയും? യാക്കോബ് അപ്പോസ്തലൻ അത് വ്യക്തമായി നമുക്ക് ആ ലേഖനത്തിൽ തന്നെ പറഞ്ഞു തരിക. James chapter 3 verse 15, when we read, we can understand that how can we get closer to the Lord. James chapter 3 verse 15, somebody can read that. നിങ്ങൾ no, 13 onwards you can read. 13. Yes. മതി. ഹൂ ഈസ് വൈസ് ആൻഡ് പ്രൂഡൻ്റ് അമംഗ് യു. നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമാണ് ആര്? ജ്ഞാനത്തിൻ്റെ ലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ നമ്മുടെ പ്രവർത്തികളെ തെളിയിക്കട്ടെ. സ്തോത്ര. പെട്ടെന്ന് ബഹളം വെക്കുന്നതോ ദേഷ്യപ്പെടുന്നതോ ഒന്നുമല്ല ജ്ഞാനത്തിൻ്റെ ലക്ഷണം. ജ്ഞാനത്തിൻ്റെ ലക്ഷണം സൗമ്യതയാണ്. അതാ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഫോഷ്ക് പറയുകയും ചെയ്യരുത്. അത് ഉയരത്തിന്ന് വരുന്ന ജ്ഞാനമല്ല. സ്തോത്രം. നമ്മുടെ ഹൃദയത്തിൽ കയ്പ്, ഈർഷ്യ, അസൂയ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, ഇത് ഉയരത്തിന്ന് വരുന്നതല്ല. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവ് നമ്മളെ വില കൊടുത്ത് വാങ്ങിച്ചതാണ്. മുമ്പേ നമ്മൾ ബുദ്ധികെട്ടവരും അറിവില്ലാത്തവരും സുബോധമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും സകലവിധ ഈർഷ്യയിലും പിണക്കത്തിലും ദ്വേഷത്തിലുമൊക്കെ ജീവിച്ചവരുമായിരുന്നു മുമ്പേ. എന്നാൽ കരുണാസമ്പന്നനായ ദൈവമോ നമുക്ക് വേണ്ടി സ്വർഗീയ മഹിമകളെ വെടിഞ്ഞി താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ഹല്ലേലൂയ കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തതാ എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി എന്ന ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. ഇന്ന് പകൽ ഓർക്കുക, നമ്മളുടെ ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ അത് ഉയരത്തിന്ന് വരുന്നതല്ല. ശാഠ്യം കർത്താവ് വെറുക്കുന്ന കാര്യമാണ് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. ശാഠ്യം എപ്പോഴും കർത്താവ് വെറുക്കുന്ന കാര്യമാണ്.
മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. മറ്റുള്ളവരുടെ നന്മയിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. മറ്റുള്ളവർ നല്ല മാർക്ക് വാങ്ങിക്കുമ്പോൾ അവരെ ഓർത്ത് സ്തോത്രം ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ നിശ്ചയമായും ദൈവം നമ്മളിൽ പ്രസാദിക്കാനായിട്ടിടയായി തീരും. മറ്റുള്ളവർക്കൊരു ഭൗതിക നന്മകളാകട്ടെ, അവർക്ക് നമ്മളെക്കാൾ കൂടുതലുണ്ടാകുമ്പോൾ ഒരു ഹൃദയത്തിൽ ഭാരമുണ്ടാകാനല്ല ആഗ്രഹിക്കേണ്ടത്. അതോർത്ത് സ്തോത്രം ചെയ്യാൻ കഴിഞ്ഞാൽ, അവരെ ഓർത്ത് സന്തോഷിക്കാൻ കഴിഞ്ഞാൽ ദൈവം നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരുത്തുവാനായിട്ടിടയായി തീരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് അതിന് കഴിയുന്നുണ്ട്? സ്തോത്രം. അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഭാരമുണ്ടാകാറുണ്ട് മറ്റുള്ളവരുടെ നന്മയിൽ, മറ്റുള്ളവരുടെ ഉയർച്ചയിൽ, മറ്റുള്ളവരുടെ മാന്യതയിൽ. എന്നാൽ അത് കണ്ടുകൊണ്ട് അവരെ ഓർത്ത് സ്തോത്രം പറയാൻ കഴിഞ്ഞാൽ ദൈവപ്രസാദം നമ്മളിൽ ഉണ്ടാകുവാനായിട്ടുള്ളതായി. ഇത് ഉയരത്തിന്ന് വരുന്ന ജ്ഞാനമല്ല. ഹൃദയത്തിൽ കയ്പുണ്ടെങ്കിൽ, ഈർഷ്യയുണ്ടെങ്കിൽ, പിണക്കമുണ്ടെങ്കിൽ, അസൂയുണ്ടെങ്കിൽ അത് ഉയരത്തിന്ന് വരുന്നതല്ല. അത് ജഡീകമാണ്, അത് ലൗകികമാണ്, അത് പൈശാചികമാണെന്നാണ് കാണുന്നത്. എൻ്റെ വാക്കുകളെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാം. 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നല്ലയോ? നിങ്ങളിൽ ശണ്ഠ, കലഹം എവിടെ നിന്നാ? അത് ജഡത്തിൽ നിന്നുണ്ടാകുന്നതാ. ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യ അത് ജഡത്തിൽ നിന്നുണ്ടാകുന്നതാ. അസൂയ, പക, പിണക്കം അതൊക്കെ ജഡത്തിൻ്റെ വസ്തുക്കളാണ്, ജഡത്തിൽ നിന്നുണ്ടാകുന്നതാ. എന്നാൽ ഒരു കാര്യം ഇന്ന് പകൽ ഞാൻ നിങ്ങളോടൊരു ദൂതായി പറയാൻ ആഗ്രഹിക്കുന്നത്, സ്തോത്രം, ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം കാണാൻ കഴിയുന്നു: ഒബേ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് സോ ദാറ്റ് യു ഡു നോട്ട് ഗ്രാറ്റിഫൈ ദ ഡിസയേഴ്സ് ഓഫ് ദ സിൻഫുൾ നേച്ചർ. ആം ഐ റൈറ്റ്? ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കത്തില്ല. സ്തോത്രം. എന്നെ ശ്രദ്ധിക്കണേ, വാക്കുകൾ പെട്ടെന്ന് നിർത്തും. ശരി, അധികം വേറെ പ്രോഗ്രാംസൊക്കെ ഉണ്ട്. സ്തോത്രം. എനിക്കും അത് കഴിഞ്ഞ് ഉച്ചയ്ക്കൊരു പ്രോഗ്രാമുണ്ട്, അത് കഴിഞ്ഞ് പോകണം. സ്തോത്രം. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ അവസാനിപ്പിക്കും. ഞാനാണെങ്കിൽ അധികം നീട്ടുന്ന കൂട്ടത്തിലല്ല കേട്ടോ, പെട്ടെന്ന് മീറ്റിങ്ങുകൾ അവസാനിപ്പിക്കുന്ന കൂട്ടത്തിലാണ്. സ്തോത്രം. ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും. എന്ത് ഈ ആത്മാവെന്ന് പറഞ്ഞാൽ? സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നിങ്ങളെല്ലാം രക്ഷിക്കപ്പെട്ടല്ലേ? സ്ഥാനപ്പെട്ടാന്നോ? ആണോ? സ്തോത്രം. നിങ്ങളെല്ലാം രക്ഷിക്കപ്പെട്ടവ ആണോ? ബോൺ അഗെയിൻ? റൈറ്റ്? ഞാൻ വിശ്വസിക്കുന്നത് ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനാകുന്ന യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരും. വിശ്വസിക്കുന്നുണ്ടോ? അന്യഭാഷ പറയുന്നില്ലായിരിക്കാം, അഭിഷേകം പ്രാപിച്ചതല്ലായിരിക്കും, അതൊക്കെ ആവശ്യമാണ്. പക്ഷേ എൻ്റെ ഒരു വിശ്വാസം, ഒരുവൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ ഉള്ളിലുണ്ട്. ഡു യു ബിലീവ് ദാറ്റ്? പിന്നെ ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മളെ നടത്തുന്നത്, ദൈവാത്മാവാണ് നമ്മളെ നയിക്കുന്നത്. The Holy Spirit is guiding us and leading us. ദൈവാത്മാവാണ് നമ്മളെ നടത്തുന്നത്. സ്തോത്രം. ഞായറാഴ്ച ഇവിടെ കൂടി വരുമ്പോൾ മാത്രമുള്ള ദൈവ സാന്നിധ്യമല്ല, പിയാനോയുടെ ശബ്ദം കേൾക്കുമ്പോൾ മാത്രമുള്ള ദൈവ സാന്നിധ്യമല്ല, വചനം പ്രസംഗിക്കുമ്പോൾ മാത്രമുള്ള ദൈവ സാന്നിധ്യമല്ല, നമ്മുടെ കൂടെ വരുന്ന ഒരു ദൈവ സാന്നിധ്യം. സ്തോത്രം. അത് സ്കൂളിൽ നിങ്ങളോട് കൂടെ, ഹോസ്റ്റലിൽ നിങ്ങളോട് കൂടെ, കോളേജിൽ നിങ്ങളോട് കൂടെ, ഹോസ്പിറ്റലിൽ നിങ്ങളോട് കൂടെ, നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിങ്ങളോട് കൂടെ, ബൈക്ക് ഓടിക്കുമ്പോൾ നിങ്ങളോട് കൂടെ, കാർ ഓടിക്കുമ്പോൾ നിങ്ങളോട് കൂടെ, ഉറക്കത്തിൽ നിങ്ങളോടുകൂടെ, സകല ഇടങ്ങളിലോ നിങ്ങളോട് കൂടെയുള്ള ദൈവ സാന്നിധ്യത്തെ പറ്റിയാ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുന്നത്. ആ ദൈവ സാന്നിധ്യമാ ഹല്ലേലൂയ ബൈക്ക് ഓടിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്, കാർ ഓടിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്, അടുക്കളയിൽ കുക്ക് ചെയ്യുമ്പോൾ നമ്മളെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഈ ദൈവ സാന്നിധ്യമാ. സ്തോത്രം.
ഓ രാബാബാലാജ ഷാഡാഹത്തരാദലാജ ഓരാദലാജ ഷാഡാഹത്തരാദലാജ. പാട്ടുപാടാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഈ ദൈവ സാന്നിധ്യമാ. ചില സമയങ്ങളിൽ ഹല്ലേലൂയ കരയാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ദൈവ സാന്നിധ്യമാ. ചില വിഷയങ്ങൾ ദുഷ്ടപിശാച് നിനക്ക് വിരോധമായി, നിന്റെ തലമുറയ്ക്ക് വിരോധമായി, നിന്റെ സമ്പത്തിന് വിരോധമായി, ആരോഗ്യത്തിന് വിരോധമായി, മാതാപിതാക്കൾക്ക് വിരോധമായി, കുടുംബത്തിന് വിരോധമായി, നിന്റെ സഹോദരങ്ങൾക്ക് വിരോധമായി ദുഷ്ടപിശാച് കൂട്ടുകെട്ടുണ്ടാക്കുമ്പോൾ സഹോദര സഹോദരി, ദൈവാത്മാവ് നമ്മളെ അറിയിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ഒരു പ്രതിസന്ധി നിന്റെ മുമ്പിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവാത്മാവ് നിന്നെ പ്രാർത്ഥിക്കാനായി പ്രേരിപ്പിക്കുമ്പോൾ, ആത്മാവിൽ ആരാധിക്കാനായി പ്രേരിപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ പൈശാചിക തന്ത്രങ്ങളോട് എതിർക്കാനായി ഹല്ലേലൂയ പ്രേരിപ്പിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ദൈവാത്മാവ് എന്നെ അതിലേക്ക് നയിക്കുന്നത്. റിഖാലാജ ഷാഡാഹതരാദലാജ ജുറാബാബാലാജ ഷാഡാഹതരാദലാജ ഹംദരാദലാജ ഷൂഡാദ ഹംദരാദലാജ അഥരാദലാജ ഷഖാരിഗാലാജ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോഴും ഈ ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട്. ആ ദൈവ സാന്നിധ്യമാണ് നമ്മളെ ശക്തമായി ദൈവസന്നിധി ഇരിക്കാനായി പ്രേരിപ്പിക്കുന്നത്. കുടുംബ പ്രാർത്ഥന കൊണ്ട് അവസാനിക്കുന്ന നല്ല ക്രിസ്തീയ ജീവിതം. ദൈവാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ ദൈവസന്നിധിയിൽ സമയം ചെലവഴിപ്പാൻ കഴിയുന്നതാ ക്രിസ്തീയ ജീവിതം. സ്തോത്രം. കുടുംബ പ്രാർത്ഥന കൊണ്ട് അവസാനിക്കുന്നതല്ല പ്രിയമുള്ളവരെ. സ്തോത്രം. ദൈവ സാന്നിധ്യം നമ്മൾ വില കൊടുത്തേ മതിയാകുകയുള്ളൂ. ഒരു ഭക്തനായ ഹല്ലേലൂയ ദൈവം ശക്തമായി കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉപയോഗിച്ച ഒരു ഭക്തൻ ഇപ്രകാരം പറഞ്ഞു, ദ പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് വിൽ ലീഡ് us to the power of the anointing. If you are willing to pay the price, that price is the obedience. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അഭിഷേകത്തിൻ്റെ ശക്തിയിലേക്ക് നമ്മളെ നയിക്കും. പക്ഷേ നമ്മളൊരു വില കൊടുക്കണം. ആ വില എന്തെന്ന് ചോദിച്ചാൽ അനുസരണമെന്ന വില. ദൈവാത്മാവ് പ്രാർത്ഥിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ ഹല്ലേലൂയ നോ പറയാനല്ല, ദൈവാത്മാവ് എന്നെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നത് മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ ദൈവാത്മാവിനെ അനുസരിച്ചാൽ ഹല്ലേലൂയ അഭിഷേകത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ പവർ നിന്റെ മേൽ വരാനായിട്ടിടയായി തീരോ. ആരാധലാധരാജ അന്തരാധലാജ ഷാദ. The presence of the Holy Spirit will lead us to the power of the anointing. If we are willing to pay the price, that price is the obedience. Hallelujah. ഒരു പക്ഷേ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ തട്ടി ഉണർത്തുമ്പോൾ ദൈവാത്മാവ് എന്നെ തട്ടി ഉണർത്തുന്നത് മനസ്സിലാക്കി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഇരിപ്പാനായി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പവർ നമ്മുടെ മേൽ വ്യാപരിക്കാനായിട്ട് ഇടയായി തീരും. പിശാച് കൊണ്ടുവരുന്ന പൈശാചിക തന്ത്രങ്ങളെ തകർക്കുന്ന പവർ നിന്റെ മേൽ വ്യാപരിക്കാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഓ ചാരാബാബാലാജ ഷാഡാഹതരാദലാജ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാനൊരു പാട്ടുകാരനെ പറ്റി കേട്ടിട്ടുണ്ട്. JV പീറ്റർ എന്ന് പറഞ്ഞൊരു പാട്ടുകാരനെ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഗോസ്പൽ ട്യൂണേഴ്സ് ഉണ്ടല്ലേ? ഗോസ്പൽ ട്യൂണേഴ്സ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗായകനായിരുന്നു, അല്ലെ? അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ പ്രവർത്തകനായിരുന്നു. ശക്തമായ ഒരു കാലഘട്ടത്തിൽ ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ശക്തമായി ഉപയോഗിച്ച ഒരു ദൈവദാസനായിരുന്നു. കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലൊക്കെ പോയി ഒത്തിരി പേരെ ആത്മാക്കളെ നേടുന്നൊരു ദൈവദാസനായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു ദിവസം ചങ്ങനാശ്ശേരി ബസ്സിൽ വന്നിറങ്ങിയപ്പോൾ അദ്ദേഹത്തോട് കൂടെ ഉണ്ടായിരുന്ന ഒരാൾ എന്നോട് പറഞ്ഞതാണ്, എൻ്റെ ഒരു സുഹൃത്തും ഈ JV പീറ്റർ സാറും കൂടെ കുറേ പേര് ആളുകൾ കൂടി നിൽക്കുന്നു. എ ക്രൗഡ് ഈസ് ദർ, വാസ് ദർ. അവിടെ ഒരു കൂട്ടം ആളുകൾ നിൽക്കുക. അപ്പോൾ ഇവരതിൻ്റെ അടുത്തോട്ട് ചെന്നപ്പം ഒരു മനുഷ്യൻ കൺകെട്ടും മാജിക്കുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര മാജിക്കാണ് കാണിക്കുന്നത്. ഒന്നും മിണ്ടിയില്ല. ഈ ഭക്തനായ മനുഷ്യൻ അവിടെ പോയി നിന്നു. ആ മനുഷ്യൻ അവിടെ പോയി നിന്നപ്പോൾ, ഈ പാട്ടുകാരൻ അവിടെ പോയി നിന്നപ്പോൾ മുതൽ ഈ മജീഷ്യൻ്റെ യാതൊരു മാജിക്കും അവിടെ ഫലിക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. ആളുകളൊക്കെ പൈസ എറിഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന 10 രൂപ 50 രൂപ 20 രൂപയൊക്കെ എറിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക, തുട്ടുകളൊക്കെ എറിഞ്ഞു കൊടുത്തിരിക്കുക. പക്ഷേ ഈ മനുഷ്യൻ ചെന്ന് നിന്നപ്പോൾ മുതൽ ഒന്നും നടക്കുന്നില്ല. അദ്ദേഹം കുറേ സമയം എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്തു. എന്നിട്ട് അവസാനം അതെല്ലാവരും ചുറ്റിനും നോക്കിയിട്ട് ഈ JV പീറ്റർ സാറിൻ്റെ അടുക്കിലോട്ട് വന്ന് പറഞ്ഞു, സാറേ എൻ്റെ വയറ്റിപ്പഴപ്പാ, എന്നെ ഉപദ്രവിക്കരുത്, ഇവിടുന്ന് പോകണേ എന്ന് പറഞ്ഞു. ഓ, എന്താണ് പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയുടെ വ്യാപാരമാണ്.
അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം എന്തെന്ന് നിങ്ങൾ അറിയേണ്ടതിന്, ഗ്രഹിക്കേണ്ടതിന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഒരു പൊത്തുവരുത്ത വിശ്വാസിയായി മുന്നോട്ട് പോകാനല്ല, ഒരു പൊത്തുവരുത്ത പെന്തിക്കോസുകാരനായി മുന്നോട്ട് പോകാനല്ല, ഈ അഭിഷേകത്തിൻ്റെ ശക്തി പ്രാപിച്ച്, ഈ അഭിഷേകത്തിൻ്റെ ശക്തി രുചിച്ചറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ല, ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരാഭിചാരവും നിനക്ക് ഫലിക്കത്തില്ല, ഒരു ലക്ഷണവിദ്യ നിനക്ക് പറ്റുകയില്ല, ഒരു അസൂയ നിനക്ക് ഫലിക്കത്തില്ല, ഒരു ദുഷ്ട പിശാച് നിന്റെ കോമ്പൗണ്ടിൽ എടുക്കാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. രഖ അജര ദുലാജ ഷഡ ഹതര അബര ദുലാജ ഷൗഡാദ ഹതര ദലാജ ഓ റബബലാജ ശഖരിഗലാജ ഷൗഡാദ ഹതര ദലാജ. ഈ മെട്രോ ചർച്ചിൽ കടന്നു വരുന്ന ദൈവമക്കളോട് ഇന്ന് പകൽ എനിക്ക് പറയുവാനായിട്ടുള്ളത്, ഈ ശക്തി നമ്മൾ അറിയണം, ഇത് അനുഭവിക്കണം. പ്രിയമുള്ളവരെ, ഇത് പാസ്റ്റർമാരിൽ മാത്രം പകരുന്ന ഒരു അനുഭവമല്ല, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയായത്. സ്തോത്രം. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മളെ പ്രാർത്ഥിക്കാനായി പ്രേരിപ്പിക്കുമ്പോൾ അത് ചിലപ്പോൾ രാത്രിയിലായിരിക്കാം. ജോമനെ ചിലപ്പോൾ നമ്മൾ ജോലിക്ക് പോകാൻ നേരം, ജോലിക്ക് ഭയങ്കര തുടക്കത്തിൽ നമ്മൾ പോകാൻ തുടങ്ങുക. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മൾ പറയുക സ്വല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാൻ. നേരത്തെ ഒരുങ്ങി നിൽക്കണം കേട്ടോ, ഇത് പ്രാർത്ഥിച്ചിട്ട് വേണം പോകാൻ. പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കണം. ഇന്ന് മുതൽ നിങ്ങളെ പ്രേരിപ്പിക്കാൻ പോവാ. ഗോയിങ് ടു ഗിവ് ആൻ ഇൻസ്പിറേഷൻ. ശക്തമായൊരു പ്രേരണ നിങ്ങൾക്ക് തരാൻ പോവുക. വചനം ദൂതായി പരിണമിക്കുക. സ്തോത്രം. നമ്മൾ ദൈവസ്ഥലിൽ ഇരിക്കണം, ദൈവസ്ഥലിൽ ഇരിക്കണം. യാത്ര ചെയ്യുമ്പോഴും ആ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ചെല്ലുന്ന സ്ഥാപനമുണ്ടല്ലോ, നമ്മൾ നിമിത്തം അനുഗ്രഹിക്കപ്പെടാനിടയായിത്തീരും. നമ്മൾ കാല് കുത്തുന്നിടം നമ്മൾ നിമിത്തം അനുഗ്രഹിക്കപ്പെടാനിടയാകും. മടങ്ങി വരുമ്പോഴും ആ ശക്തിയോടെ കടന്നു വരും. മടങ്ങി വരുമ്പോഴും ദൈവസ്ഥലിൽ ഇരിക്കാൻ ദൈവം നമ്മളെ പ്രേരിപ്പിക്കും. അത് നമ്മുടെ കുടുംബത്തിന് സ്വസ്ഥതയായിത്തീരും, കുടുംബത്തിന് സമാധാനമായി തീരും. എൻ്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സ്വൈര്യമുള്ള വിശ്രാമ സ്ഥലങ്ങളിലും പാർക്കുമെന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തം ആരാധലാത ദൈവത്തോടടുത്ത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പൈതലിൽ കൂടെ വെളിപ്പെടാനായിട്ടിടയായിത്തീരും. നിൻ്റെ കുടുംബത്തിൻ്റെ സ്വസ്ഥത കെടുത്തുന്ന, നിൻ്റെ കുടുംബത്തിൻ്റെ സമാധാനം കെടുത്തുന്ന, നിൻ്റെ കുടുംബത്തിൻ്റെ നന്മയെ കെടുത്തുന്ന, പൈശാചിക ശക്തിയെ തകർക്കുന്ന ഒരു ദൈവശക്തി ഇന്ന് പകൽക്കാല ഇതിൻ്റെ നടുവിൽ വ്യാപരിക്കാനായിട്ടിടയായിത്തീരണം. ഓ, സ്വസ്ഥത കെടുത്തുന്ന പൈശാചിക തന്ത്രങ്ങൾ, കുടുംബ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന പൈശാചിക തന്ത്രങ്ങൾ ഇന്ന് പകൽ ഈ ആരാധനയിൽ അഴിഞ്ഞു പോകാൻ ഇടയായി തീരട്ടെ. ആരാധലാജ ശാഖാരികാലാജ നന്മകളെ കെടുത്തുന്ന, അനുഗ്രഹങ്ങളെ കെടുത്തുന്ന, ദൈവിക അനുഭവങ്ങളെ കെടുത്തുന്ന പൈശാചിക കെട്ടുകൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം പൊട്ടിമാറട്ടെ. ജിറാ ദലാധരാജ ഷൂഡാദ ഹംദരാദലാജ ശാഖാരികാലാജ ഹംദല തരാജ ശാഖാരാ ബാബാ അധരാ ജാര ഖാലാജ ഷൗഡാദ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോൾ യോങ്കിച്ചോ ശക്തമായ ഇത് ഉപയോഗിച്ചൊരു കർത്താവിൻ്റെ ദാസൻ തൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. താൻ കൊറിയയിലായിരിക്കുമ്പോൾ ഇന്ന് മൂന്ന് മണിക്കൂർ പ്രാർത്ഥിക്കും. ജപ്പാനിലേക്ക് പോകുമ്പോൾ 5 മണിക്കൂർ പ്രാർത്ഥിക്കും. പ്രസംഗിച്ചപ്പോൾ ഒരിക്കൽ പറഞ്ഞു, 5 മണിക്കൂർ ഞാൻ ജപ്പാനിൽ പോകും പ്രാർത്ഥിക്കുമ്പോൾ. അപ്പോൾ ആളുകളൊക്കെ അത് കഴിഞ്ഞ് ചോദിച്ചു, എന്താണ് 5 മണിക്കൂർ ജപ്പാനിൽ പ്രാർത്ഥിക്കുന്നത്, ഇവിടെ കൊറിയയിൽ 3 മണിക്കൂറുള്ളല്ലോ. അദ്ദേഹം പറഞ്ഞു, ജപ്പാനിലെ പിശാച് കൊറിയനെക്കാട്ടി ശക്തമാണ്. നോർത്ത് കൊറിയയിലെ കാര്യമില്ല, സൗത്ത് കൊറിയയിലെ കാര്യമാണ്. ഞാനു തൻസിനു സറാഹമിതേ യേശുനി ആനേസേ ഹാലലൂയ്യ. ഞാൻ പറയട്ടെ, സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ജപ്പാനിൽ പോകുമ്പം 5 മണിക്കൂർ പ്രാർത്ഥിക്കുമെങ്കിൽ എറണാകുളം സിറ്റിയിലെ പിശാചിനെ പറ്റി നിങ്ങൾക്ക് ചിന്തയുണ്ടോ? സ്തോത്രം, സ്തോത്രം. എത്ര മണിക്കൂർ നമ്മൾ പ്രാർത്ഥിക്കണം? 10 മിനിറ്റ് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിക്കുകയാണോ? 10 മിനിറ്റ് ആരാധിച്ചുകൊണ്ട് അവസാനിക്കുകയാണോ? ദൈവാത്മാവ് നമ്മളെ പ്രാർത്ഥിക്കാനായി പ്രേരിപ്പിക്കാറുണ്ടോ?
ദൈവാത്മാവ് സ്തോത്രം. ഹല്ലേലൂയ. ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മളെ വിലക്കാറുണ്ടോ? അപ്പോസ്തലനായ പൗലോസ് ഒത്തിരി ആഗ്രഹിച്ച് പോകാനായിട്ട് ഹല്ലേലൂയ എല്ലാ ക്രമീകരണവും ചെയ്തതാ. പക്ഷേ ദൈവാത്മാവ് വിലക്കി, നീ പോകരുത് അവിടോട്ട്, നീ ഹല്ലേലൂയ ഫിലിപ്പിയിലേക്ക് പോകാനായി പറഞ്ഞു. പ്രൈസ് മക്കതോനിയയിലേക്ക് പോകാൻ പറഞ്ഞു. സ്തോത്രം. പോകാൻ പറഞ്ഞെടുത്ത് ആഗ്രഹിച്ചെടുത്ത് ദൈവം വിട്ടില്ല. ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ദൈവാത്മാവ് നമ്മളെ വിലക്കും, പോകണ്ടെന്ന്. സ്തോത്രം. മനസ്സിലാക്കണം, ദൈവാത്മാവാണ് നമ്മളെ വിലക്കിയത്, നമ്മൾ പോകണ്ട. ചില സൈറ്റിലൊക്കെ കയറുമ്പോൾ ഉണ്ടല്ലോ, പെട്ടെന്ന് ദൈവാത്മാവ് മകളോട് പറയും, ഇത് നിനക്കുള്ളതല്ലെന്ന്. നോ, ഇറ്റ് ഈസ് നോട്ട് ഫോർ യു. പേരൻസ് മേ നോട്ട് സീ ദാറ്റ്, brothers or sisters may not see that, but the Holy Spirit will tell you, no, this is not for you. പരിശുദ്ധാത്മാവ് നമ്മളോട് നോ പറയുമ്പോൾ അനുസരിക്കാനായിട്ടിടയായിത്തീരും. സ്തോത്രം. ടി വിയുടെ മുമ്പിൽ ഒത്തിരി സമയം ചെലവഴിക്കുമ്പോൾ ദൈവം ദുഃഖിക്കുകയുള്ളൂ. ഇവൻ എത്ര നേരമായി ടി വിയുടെ മുമ്പിലായിട്ട്. സ്തോത്രം. എത്ര നേരമായി എന്നോടൊന്ന് സംസാരിക്കാൻ. പരിശുദ്ധാത്മാവ് നമ്മളെ പുഷ് ചെയ്യുകയാണെങ്കിൽ ടി വിയൊക്കെ ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ വേറെ ഇടത്തോട്ട് പോയിട്ട് നമ്മൾ മുട്ടയിലിരിക്കാനിടയായിത്തീരണം. അത് ഭയങ്കര അനുഗ്രഹമായി തീരാനിടയായിത്തീരും. ഫിജി എന്ന് പറയുന്ന ഐലൻഡിൽ ഒരു കാലത്ത് മനുഷ്യരെ തിന്നുന്നവരായിരുന്നു. പിന്നത്തേതിൽ ഒത്തിരി ഇന്ത്യക്കാരവിടെ പോയി. ഒത്തിരി ഇന്ത്യക്കാരെ അവിടെയൊക്കെ അടിമകളാക്കി മറ്റും നാട് കടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 49% ഇന്ത്യൻസ് ഫിജിയിലുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിന് മുമ്പേ മനുഷ്യരെ തിന്നുന്ന ഒരു കൂട്ടം ആൾക്കാരായിരുന്നു അവർ. അവരുടെ വീട്ടിലെയൊക്കെ അലങ്കാര വസ്തുക്കൾ തലയോട്ടികളൊക്കെയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നോടൊപ്പം 2 കുട്ടികൾ 2 വർഷം പഠിച്ചായിരുന്നു. ഞാൻ അവരോട് ഫിജിയിലെ ഒത്തിരി കാര്യങ്ങൾ ചോദിച്ച് അറിയുവാനായിട്ടിടയായിരുന്നു. ഒരു മിഷണറി കുടുംബം അമേരിക്കയിൽ നിന്നൊരു സായിപ്പ് മാതാമയും ഫിജിയിലേക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടി കടന്നുപോയി വർഷങ്ങൾക്ക് മുമ്പ്. അവരവിടെ പോയി അവിടെയുള്ളവരുടെ ലാംഗ്വേജ് പഠിച്ചു. അവരുമായി ഇടപെടുവാനായിട്ട് അവരുടെ കൾച്ചറൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഒരു ദിവസം ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളുടെ സെക്യൂരിറ്റി ഞങ്ങൾക്ക് കാണിച്ചു തരണം. യു വാണ്ട് ടു സീ യുവർ സെക്യൂരിറ്റി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് സെക്യൂരിറ്റി ഇല്ല, ഞാനും ഭാര്യയും ഞങ്ങൾക്ക് പാചകം ചെയ്യുന്ന ആൾ മാത്രമേ ഇവിടെ ഉള്ളൂ, ഇവിടെ ഞങ്ങൾക്ക് സെക്യൂരിറ്റി ഇല്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, അല്ല ഉണ്ട്, ഞങ്ങൾക്ക് പരിശോധിക്കണം. അവർ ആ സ്ഥലമെല്ലാം പരിശോധിച്ചു, ആരെയും കണ്ടില്ല. അവസാനം വന്ന് ഈ മിഷനറോട് പറഞ്ഞു, ഞങ്ങൾ ഈ സ്ഥലം മുഴുവൻ പരിശോധിച്ചു, ആരെയും കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ പല രാത്രികളിൽ ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കാൻ വന്നിട്ടുണ്ട്, ഉപദ്രവിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഊരിപ്പിടിച്ച വാളുമായി ആരോ ഇതിന് ചുറ്റും നിൽക്കുന്നതാണ് കണ്ടത്. ആ ഭക്തനായ മനുഷ്യൻ പെട്ടെന്ന് 34-ാം സങ്കീർത്തനമെടുത്ത് ഇവരെ വായിച്ചു കേൾപ്പിച്ചു. ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി വിടുവിക്കുന്ന ദൈവം. അദ്ദേഹം പറഞ്ഞു, പല രാത്രികൾ ഞങ്ങൾക്ക് ഉറക്കം വന്നിട്ടില്ല, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും. അപ്പോഴൊക്കെ ഞങ്ങൾ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാനിടയായി തീർന്നു, ദൈവവനം ധ്യാനിക്കാനായിട്ടിടയായി തീർന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ ദൈവാത്മാവ് ഞങ്ങളെ തട്ടി ഉണർത്തി പ്രാർത്ഥിപ്പിച്ചു എന്ന്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ദൈവത്തിൻ്റെ പൈതലിനെ ദൈവാത്മാവ് തട്ടി ഉണർത്തി പ്രാർത്ഥിപ്പിക്കും. ദൈവാത്മാവ് യാത്രകളിൽ പ്രാർത്ഥിപ്പിക്കും. ദൈവാത്മാവ് നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്നെ പ്രാർത്ഥിപ്പിക്കും. അന്യഭാഷയിൽ നീ ആരാധിക്കാൻ ഇടയായിത്തീരും. അഭിഷേകത്തിൽ നീ നിറയുവാനായിട്ട് ഇടയായിത്തീരോ. ദൈവകൃപ നിന്റെ മേൽ വ്യാപരിക്കാൻ ഇടയായിത്തീരോ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്ത സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ ഈ ദൈവം തമ്പുരാൻ പകരാൻ ഇടയായിത്തീരണമെങ്കിൽ we have to spend time with the Almighty Lord. നമ്മൾ ദൈവ സന്നിധിയിൽ സമയം ചെലവഴിക്കേണ്ടിയിരിക്കുന്ന പ്രിയമുള്ളവരെ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയതറിയുവാനായി ദൈവാത്മാവിനെ അത്രേ പ്രാപിച്ചത്. സ്തോത്രം. നമ്മളെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട് പ്രിയമുള്ളവരെ. ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. പക്ഷേ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തോട് അടുത്ത് വരാൻ. ദൈവത്തോട് നമ്മൾ അടുത്ത് വരണമെങ്കിൽ ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ദൈവത്തിന് അനിഷ്ടമായത് എന്തെന്ന് നമ്മൾ മനസ്സിലാക്കി.
അതിനെ ഉപേക്ഷിച്ച് ജഡത്തിൻ്റെ ചിന്തകളെ, പ്രവൃത്തികളെ, വിചാരങ്ങളെ ഉപേക്ഷിച്ച് ദൈവത്തോട് ഒരു ശുദ്ധ ഹൃദയത്തോട് അടുത്തു വരാൻ കഴിഞ്ഞാൽ ദൈവാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ നമുക്ക് കഴിയും. അത് നമ്മളെ ദൈവശക്തിയിലേക്ക് നയിക്കുവാനായിട്ടിടയായി തീരും. ആ ദൈവശക്തി നമ്മൾ പ്രാപിച്ചാൽ, എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, സ്തോത്രം, പ്രാർത്ഥിക്കാൻ നമ്മളോട് കൂടെ ആരും വേണ്ട. സ്തോത്രം, ഭർത്താവിൻ്റെ കൂടെ പ്രാർത്ഥിക്കാനില്ലല്ലോ, ഭാര്യൻ്റെ കൂടെ പ്രാർത്ഥിക്കാനില്ലല്ലോ എന്ന് നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നിന്നെ ആ ദൈവം അവിടെ കണ്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി ഒരു ഭവനത്തിലുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരൻ ഒരു പൈതൽ ആ ഭവനത്തിലുണ്ടെങ്കിൽ, ആ ഭവനം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാനിടയായിത്തീരും. ആ ഭവനം ദൈവത്താൽ വിടുവിക്കപ്പെടാനിടയായിത്തീരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്തോത്രം, സ്തോത്രം. ഞാൻ 2022 മാർച്ചിൽ കോവിഡിൻ്റെ 20 കോവിഡായിരുന്നു, 21 കോവിഡായിരുന്നു. നമുക്ക് ജനറൽ കൺവെൻഷൻ ഒന്നും നടത്തുവാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷേ മുളക്കര വെച്ച് നമ്മൾ പരിമിതമായ സാഹചര്യത്തിൽ 1000 പേരെയൊക്കെ സംഘടിപ്പിച്ച് കൺവെൻഷൻ നടത്തി. 22 മാർച്ചിലാണ് അന്ന് മുളക്കര വെച്ച് കൺവെൻഷൻ നടത്തി. അവിടെ നമ്മൾ അനൗൺസ് ചെയ്തു, നമ്മൾ ഈ അടുത്ത വർഷം അല്ലെങ്കിൽ 23 ജനുവരി കൺവെൻഷൻ നടത്തുമ്പോഴത്തേക്ക് 100ാമത് കൺവെൻഷൻ്റെ ഒത്തിരി പ്രൊജക്റ്റുകൾ, കോടിക്കണക്കിന് രൂപയുടെ പ്രൊജക്റ്റ് നമ്മളവിടെ അനൗൺസ് ചെയ്തു. വിതിൻ 7 മന്ത്സ്, ഫസ്റ്റ് 7 മാസമേ ഉള്ളൂ തുടർന്ന് നമ്മുടെ മുമ്പിൽ. എങ്ങനെ നടക്കുമെന്ന് എനിക്ക് ചിന്തയില്ല. അവിടെ കിടക്കുന്ന പൈസ എടുക്കാൻ നമുക്ക് താല്പര്യമില്ല. വി ഹാവ് ടു ഫൈൻഡ് ദ മണി. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ആ പൈസ ആരോട് ചോദിക്കാൻ കൊടുത്തില്ല. സ്തോത്രം, ആരോടും അങ്ങനെ ചോദിക്കാറില്ല പൈസ. ഒരു പിറ്റേ മാസം ഒരു മാസം കഴിഞ്ഞു. അപ്പം ഏപ്രിൽ മാസമായി. അവർ LMൻ്റെ ലേഡീസിൻ്റെ ഒരു സെമിനാർ നടക്കുമ്പോൾ ഉച്ചയ്ക്ക് ബ്രേക്കിന് ഒരു സഹോദരി അടുത്ത് വന്ന് എന്നോട് പറഞ്ഞു, അച്ചായൻ പറഞ്ഞു 10 ലക്ഷം രൂപ ഈ പ്രൊജക്റ്റിന് വേണ്ടി തരണമെന്ന്. ഞങ്ങളുടെ പേരാരോടും പറയരുത്, ഞങ്ങളുടെ പേരെങ്ങ് എഴുതി വെക്കരുത്, പുറത്തറിയാൻ പാടില്ല, ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു, ഒത്തിരി സന്തോഷമുണ്ട്, ആദ്യമായിട്ട് ഒരാൾ 10 ലക്ഷം രൂപ ഒരുമിച്ച് ഇങ്ങനെ പറയുന്നത്. ഞാൻ നിങ്ങളെ പ്രാർത്ഥിക്കുന്നൊരു വിഷയമാണ് എന്നൊക്കെ പറയുവാനായിട്ടിടയായത്. അവർ പണിയൊക്കെ തീരുന്നതിന് മുമ്പ് 5 ലക്ഷം രൂപ തന്നായിരുന്നു. ഇപ്പം 5 ലക്ഷം തന്നില്ല. നമ്മൾ കടം കൊടുത്തൊന്നും അല്ലല്ലോ ചോദിക്കാനായിട്ട്, തന്നില്ലല്ലോ എന്ന് പറയാൻ. അപ്പം നമ്മൾ ചോദിച്ചൊന്നുമില്ല. പക്ഷേ പണി തീരുന്നതിന് 1 മാസം മുമ്പേ മൊത്തം തന്നു, 10 ലക്ഷവും തന്നു. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഒരു 3-4 മാസം കൂടി കഴിഞ്ഞ് അവർ ഞങ്ങളെ വിസിറ്റ് ചെയ്തപ്പോൾ പറഞ്ഞു, കോവിഡ് വന്നപ്പോഴത്തേക്ക് ബിസിനസ്സിനൊക്കെ ഭയങ്കര പ്രശ്നമായി, എല്ലാം പ്രോബ്ലംസ് ആയിരുന്നു. ഞങ്ങൾ ഓഫർ ചെയ്തിട്ട് പൈസ തരാനില്ലായിരുന്നു. 5 ലക്ഷം തന്നു, ബാക്കി തരാനില്ലായിരുന്നു. അപ്പോൾ ഞാൻ ബാക്കി എങ്ങനെയാണ് തന്നത്? അത് ലോൺ എടുത്താണെന്ന് പറഞ്ഞു. ഓ, ഞാൻ ഓർത്തോളൂ, ലോൺ എടുത്ത് സഭയ്ക്ക് വേണ്ടി തന്നെന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം. അവരുടെ ഒരു സാക്ഷ്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. അദ്ദേഹം എന്നോട് ഈ സംഭവത്തിന് 2 വർഷം മുമ്പേ ആദ്യമായി പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞൊരു സംഭവം എന്നെ ഒത്തിരി ചലഞ്ച് ചെയ്തതാണ്. 65 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പം ഭയങ്കര എതിർപ്പുണ്ടായി വീട്ടിൽ. സാമാന്യം സമ്പത്തുള്ള ഭവനത്തിലാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ജനിച്ചു വളർന്നത്. ഭയങ്കര എതിർപ്പുണ്ടായി. വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിട്ടു. നല്ലൊരു ഭവനത്തിൽ നിന്ന് അവരെ ഇറക്കി വിടുക. 65 വർഷം മുമ്പ് അവർ കിടക്കാൻ വീടില്ല, പാർക്കാൻ പാർപ്പിടമില്ല. അവർ ഒത്തിരി കഷ്ടപ്പെട്ടു. ചില വിശ്വാസികളുടെ വീട്ടിലൊക്കെ അന്തി ഉറങ്ങി, കടത്തിണ്ണയിലൊക്കെ അന്നത്തെ കാലത്ത് അന്തി ഉറങ്ങി. എങ്ങനെ മുന്നോട്ട് പോകുന്നറിയാത്തൊരു സാഹചര്യം. എപ്പോഴും പരിഹസിക്കുന്ന പഴിക്കുന്ന ഒരു കൂട്ടർ ചുറ്റുപാടും മാത്രം നിൽക്കുകയാണ്. അവസാനം അദ്ദേഹം പറയുക, സാറേ വീതം വെച്ചു. വീതം വെച്ചപ്പോൾ മാനുഷികമായ നിലയിൽ കിട്ടേണ്ടതൊന്നും ഞങ്ങൾക്കിടെ കിട്ടിയില്ല എങ്കിലും ഓഹരി ഞങ്ങളുടെ പിതാവിനും കിട്ടി. അവിടെ ഒരു വീട് വെക്കുവാനായിട്ട് കർത്താവ് സഹായിച്ചു, ചെറിയൊരു വീട്. പക്ഷേ എൻ്റെ അപ്പന് ക്യാൻസർ രോഗം ബാധിച്ച് സീരിയസ് ആയി. ഉണ്ടായിരുന്ന പുരയിടം വിറ്റ് എൻ്റെ അപ്പനെ ചികിത്സിച്ചു. അവസാനം 3 സെൻറ്റ് പുരയിടവും ആ വീടും മാത്രം ശേഷിച്ചു. എൻ്റെ അപ്പൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഞങ്ങൾ 5 പിള്ളേരാണ്. എങ്ങനെ ഞങ്ങളെ വളർത്തണമെന്നറിയാതെ എൻ്റെ അമ്മ ഭാരപ്പെട്ടു. എൻ്റെ അമ്മ നെല്ല് വാങ്ങിച്ചുകൊണ്ട് വന്ന്, അന്നത്തെ കാലത്ത്
പുഴുങ്ങി ഉണങ്ങി ഓരലിൽ കുത്തി അരിക്കച്ചവടം ചെയ്യാൻ തീരുമാനിച്ചു. അതിന് വിലക്കുണ്ടായി, വാങ്ങിക്കരുതെന്ന്, അരി വാങ്ങിക്കരുതെന്ന്. ഭയങ്കര പ്രശ്നത്തിൽ കൂടെ ഞങ്ങൾ കടന്നുപോയി. അദ്ദേഹം പറയുക, സാറേ പല രാത്രിയിൽ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ നെഞ്ചുണ്ടല്ലോ, എൻ്റെ അമ്മയുടെ കണ്ണുനീര് വീണ് കുതിർന്ന നെഞ്ച. രാത്രിയുടെ യാമങ്ങളിൽ എൻ്റെ അമ്മ ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ നടുവിൽ വന്ന് കണ്ണുനീരോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, നിലവിളിക്കുക, കണ്ണുനീര് വാരി ഞങ്ങളുടെ ശരീരത്തേക്ക് എറിയുക. കണ്ണുനീര് രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ എൻ്റെ അമ്മയെ നോക്കി മണിക്കൂറുകൾ കിടന്നിട്ടുണ്ട്, ഉറങ്ങുവാൻ കഴിയാതെ. സ്തോത്രം. എൻ്റെ അമ്മച്ചിയോട് ഞാൻ ചോദിച്ചിട്ട് പല പ്രാവശ്യം, അമ്മച്ചി എന്താ ഉറങ്ങാത്തേ, എന്തമ്മച്ചി ഉറങ്ങാത്തേ, എന്തിനാ ഇങ്ങനെ കരയുന്നേ? അപ്പോഴൊക്കെ എൻ്റെ മാതാവിനോട് പറഞ്ഞത്, മക്കളെ, അമ്മച്ചിയെ ദൈവാത്മാവ് ഉറക്കുന്നില്ല. ദൈവാത്മാവ് അമ്മച്ചിയെ പ്രാർത്ഥിക്കാനായി പ്രേരിപ്പിക്കുക, ദൈവാത്മാവ് അമ്മച്ചിയെ കരയുവാനായി പ്രേരിപ്പിക്കുക. എൻ്റെ അമ്മച്ചി പറഞ്ഞു, എൻ്റെ മക്കളെ, എൻ്റെ ഓരോ തുള്ളി കണ്ണുനീരും നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുമെന്ന്. എൻ്റെ ഓരോ നുള്ളി കണ്ണുനീര് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും. നിങ്ങളെ പഠിപ്പിക്കാൻ അമ്മച്ചിക്ക് യാതൊരു നിവൃത്തിയില്ല, നിങ്ങളെ വളർത്താൻ അമ്മച്ചിക്ക് യാതൊരു നിവൃത്തിയില്ല. അമ്മച്ചി സേവിക്കുന്ന ഉടയ തമ്പുരാനായ ദൈവമല്ലാതെ നമ്മളെ സഹായിക്കാൻ ഈ ലോകത്തിൽ ആരുമില്ല എന്ന് എൻ്റെ അമ്മച്ചി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, സാറേ 10ാം ക്ലാസ് കഴിഞ്ഞു, എങ്ങനെ 10ാം ക്ലാസ് വരെ പഠിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല, അറിയില്ല. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ ഒരാൾ വിദേശത്തേക്ക് എന്നെ കൊണ്ടുപോയി. ഞാൻ ആ കമ്പനിയിൽ കാലുകുത്തിയപ്പോൾ മുതൽ ആ കമ്പനി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി, അഭിവൃദ്ധിപ്പെടാൻ തുടങ്ങി. എനിക്ക് ഉന്നത സാലറി തരാൻ തുടങ്ങി, എനിക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ തരാൻ തുടങ്ങി. സ്തോത്രം. ആ മനുഷ്യൻ എന്നോട് വലിയ പ്രിയമായി. അവസാനം അദ്ദേഹം എനിക്കൊരു കമ്പനി ഇട്ട് തന്നു. സ്തോത്രം. ഞങ്ങളെ പുച്ഛിച്ചവരും പരിഹസിച്ചവരും പഴിച്ചവരും ഒക്കെ എൻ്റെ അമ്മച്ചി എടുക്കുമെന്ന് പറയായിരുന്നു, ഞങ്ങളുടെ തലമുറയെ കൂടെ ഒന്ന് സഹായിക്കണമേ, രക്ഷിക്കണമേ എന്ന്. എൻ്റെ അമ്മച്ചി അന്നത്തെ കാലത്ത് ഫോണില്ലായിരുന്നു, എൻ്റെ അമ്മച്ചി കത്തെഴുതുമായിരുന്നു. ഹല്ലേലൂയ. എനിക്ക് ആ കത്തുകൾ കിട്ടുമ്പോൾ ഞാൻ കണ്ണുനീരോടെ അത് വായിക്കുമായിരുന്നു. അവരെയൊക്കെ ഞാൻ അവിടെ കൊണ്ടുപോയി, അവർക്കൊക്കെ ജോലി കൊടുത്തു, അവർക്ക് യേശുവിനെ അറിയുവാനിടയായി തീർന്നു. അവിടെ ഒരു സഭയായി. ഞാൻ എൻ്റെ പാസ്റ്ററും കൂടിയാണ്. അദ്ദേഹം പറയുക എന്നോട്, എൻ്റെ കമ്പനിയുടെ ആരംഭ സമയത്തൊക്കെ എൻ്റെ സാറേ പലപ്പോഴും ഞാൻ എൻ്റെ ഓഫീസിലിരുന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്റ്റാഫ് വന്ന് ചോദിച്ചിട്ടുണ്ട്, സാറേ എന്തുപറ്റി, സുഖമില്ലയോ എന്നൊക്കെ എൻ്റെ സ്റ്റാഫ് ചോദിച്ചിട്ടുണ്ട്. പിന്നത്തേതിൽ ഞാൻ അവരോട് പറഞ്ഞു, ഇല്ല, എനിക്ക് അസുഖമൊന്നുമില്ല. പിന്നെന്തിന് കരയുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ, എൻ്റെ വിദ്യാഭ്യാസം 10ാം ക്ലാസ്സാണ്. ഈ 10ാം ക്ലാസ്സുകാരനായി എൻ്റെ കീഴിൽ MCAക്കാരും MBAക്കാരും ജോലി ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ കരയാതെ ഇരിക്കും? ഇതെൻ്റെ അമ്മച്ചിയുടെ കണ്ണുനീരല്ലാതെ മറ്റൊന്നുമല്ല, ഇതെൻ്റെ അമ്മച്ചിയുടെ പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നുമല്ല. ഇന്ന് പകൽക്കാലം കണ്ണ് നനയുന്ന മാതാവെ ഞാൻ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. ആരെല്ലാം നിന്നെ മറന്നാലും മറക്കാത്ത ഒരു ദൈവം, ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഒരു ദൈവം, ആരെല്ലാം വാക്ക് മാറിയാലും മാറാത്ത ഒരു ദൈവം, ആരെല്ലാം കൈവിട്ടാലും കൈവിടാത്ത ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. അദ്ദേഹം എന്നോട് പറയാ, സാറേ, എൻ്റെ അമ്മച്ചി ഞങ്ങൾ വിദേശ രാജ്യത്തേക്ക് കൊണ്ടുപോയി, ലഭിക്കാവുന്ന നന്മകൾ മുഴുവൻ എൻ്റെ അമ്മച്ചി അനുഭവിച്ചു. അവസാനം നാട്ടിൽ വരണമെന്ന് എൻ്റെ അമ്മച്ചിക്ക് താല്പര്യമുണ്ടായപ്പോൾ എൻ്റെ ഭാര്യയ്ക്കുണ്ടായിരുന്ന ഉന്നത ജോലി രാജിവെച്ച് അമ്മച്ചിയെ ശുശ്രൂഷിക്കുവാനായിട്ട് അവൾ നാട്ടിലേക്ക് വന്നു. എൻ്റെ ഭാര്യയെ അക്കാലത്ത് ഇന്നോവ അമ്മാമ എന്നായിരുന്നു വിളിക്കുന്നത്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് അതിലും കൂടിയ കാറുകളൊക്കെ ആയത്. അന്ന് എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളായിരുന്നു ഈ ഗ്രാമത്തിൽ ഇന്നോവ ഓട്ടിക്കുന്നത്. സ്തോത്രം. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, രാത്രിയുടെ യാമങ്ങളിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച മാതാവിൻ്റെ പ്രാർത്ഥന കേട്ട് തലമുറയുടെ മേൽ ദൈവത്തിൻ്റെ നന്മ പകർന്ന് അനേകരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ കുടുംബത്തെ ഉപയോഗിച്ച് അനേകരെ യേശുവിലേക്ക് അടുപ്പിക്കാൻ ആ കുടുംബത്തെ കർത്താവ് ഉപയോഗിച്ചെങ്കിൽ നിന്ദിച്ചവരുടെയും പഴിച്ചവരുടെയും പരിഹസിച്ചവരെയൊക്കെ തലമുറകൾ യേശുവിനെ അറിയുവാൻ ഇടയായി തീർന്നെങ്കിൽ, അതിൻ്റെ നടുവിൽ ദൈവം അവരുടെ തല ഉയർത്തത്തക്കണം മാനിച്ചെങ്കിൽ, ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിങ്ങൾ ആരായാലും ഓർത്തുകൊള്ളുക, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇന്നല്ലെങ്കിൽ നാളെ മറുപടി തരുന്ന ആദരിക്കുന്ന സർവശക്തനായ ദൈവം പറയുന്നു, ആത്മാവിനെ അനുസരിച്ച് നടക്കുവീൻ. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കത്തില്ല. ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവാത്മാ
ദൈവാത്മാവ് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ദൈവാത്മാവിനെ അനുസരിച്ച് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ, ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കാൻ കഴിഞ്ഞാൽ, ആത്മാവിൽ ആരാധിക്കാൻ കഴിഞ്ഞാൽ, പാടുവാൻ കഴിഞ്ഞാൽ, പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ, നീ അറിയാത്ത ഉറവകൾ നിനക്ക് വേണ്ടി തുറന്ന് ഈ ദേശത്ത് തന്നെ നിന്നെ ആദരിക്കുന്ന ദൈവ, നീ ആയിരിക്കുന്ന മേഖലയിൽ തന്നെ നീ മാനിക്കുന്ന ദൈവ, നീ ആയിരിക്കുന്ന കമ്പനിയിൽ, നീ ആയിരിക്കുന്ന ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്നെ ആദരിക്കുന്ന സർവശക്തനായ ദൈവ, നിന്നെ മാത്രമല്ല കർത്താവിന്റെ വരവ് താമസിച്ചാൽ നിന്റെ തലമുറയുടെ നന്മ കാണുവാൻ ഹല്ലേലൂയ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളെ ഇന്ന് പകൽക്കാല ദൈവാത്മാവ് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ദൈവാത്മാവിനെ അനുസരിക്കാൻ കഴിഞ്ഞാൽ അവിടെ ദൈവിക വിടുതലുകൾ നമുക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്താനായിട്ടുള്ളതായിത്തീരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എത്ര സമയം പ്രാർത്ഥിക്കാറുണ്ട്? 2024 ജൂൺ മാസം 2-ാം തീയതി ഞായറാഴ്ച ജീവിതത്തിലൊരു ചേഞ്ച് ആവശ്യമായിരിക്കും. സ്തോത്രം. ഒരു വിഷയം ഉണ്ടാകുമ്പോൾ പ്രവാചകനെ തേടി പോകേണ്ട ആവശ്യമില്ല, പ്രവാചകനെ വിളിച്ചു വരുത്തേണ്ട ആവശ്യവുമില്ല, ഒരു പാസ്റ്റർ വീട്ടിൽ വന്നിട്ട് ഒത്തിരി നാളായല്ലോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരു വിഷയം ഉണ്ടാകുന്നതിന് മുമ്പേ ആത്മാവിനെ അനുസരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലിനോട് ദൈവാത്മാവ് അറിയിക്കും. എന്തെങ്കിലും ഒരു ഭാരമുണ്ടാകാമെന്നും നിന്റെ ഹൃദയത്തിൽ വലിയ ഭാരം തരുന്നെങ്കിൽ ഓർത്തുകൊള്ളണം, ദൈവാത്മാവ് പ്രാർത്ഥിക്കാനായി പ്രേരിപ്പിക്കുക. ദൈവസന്നിധിയിൽ ഇരിക്കാൻ കഴിഞ്ഞാൽ വലിയ വിടുതലായി തീരുവാനായിട്ടിടയായിത്തീരും. ദൈവസന്നിധിയിൽ ഇരിക്കാൻ കഴിഞ്ഞാൽ, ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ, കരയാൻ കഴിഞ്ഞാൽ, അന്യഭാഷയിൽ ആരാധിക്കാൻ കഴിഞ്ഞാൽ, വചനം വിളിച്ചു പറയാൻ കഴിഞ്ഞാൽ അവിടെ ദൈവത്തിൻ്റെ വിടുതൽ കണ്ണുകൊണ്ട് കാണാനായിട്ടിടയായിത്തീരും. വചനത്തിന് ശക്തിയുണ്ട് പ്രിയമുള്ളവർ. എത്ര പേർക്ക് വിശ്വസിക്കാനായിട്ട് കഴിയും ഈ വചനത്തിന് ശക്തിയുണ്ടെന്ന്? സ്തോത്രം. ഇന്ന് പകൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് ഒരു മാറ്റം ആവശ്യമായിരിക്കും. നമ്മുടെ ആരാധനയ്ക്കൊരു മാറ്റം ആവശ്യമായിരിക്കും. ഇന്ന് വൈകിട്ട് നമ്മളെ തന്നെ ഒന്ന് ശോധന, ഞാൻ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നുണ്ടോ? ആരാധനയ്ക്ക് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ദൈവസാന്നിധ്യം? അതോ സൗരങ്ങളെ ആഹാരം കഴിഞ്ഞ് കിടക്കയിലേക്ക് പോകുമ്പോൾ ദൈവാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കും. അത് മനസ്സിലാക്കി സ്വല്പസമയം കൂടെ ദൈവസ്ഥലിൽ ഇരിക്കാൻ കഴിഞ്ഞാൽ ദൈവിക വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും. സ്തോത്രം. അപ്പോസ്തലൻ യാക്കോബ് പറയുക, നിങ്ങളുടെ ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ഷാഠ്യവും ഉണ്ടെങ്കിൽ അത് ജഡമാണ് നിങ്ങളെ നയിക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവല്ല. അത് ജഡീകവും ലൗകികവും പൈശാചികവുമാണ്. 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, നീയോ വ്യഭിചാരികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകും നിങ്ങൾ അറിയുന്നില്ലയോ? 4:7 പറയുന്നു, റെസിസ്റ്റ് ദ ഡെവിൽ ആൻഡ് ഹി വിൽ ഫ്ലീ ഫ്രം യു. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പിശാചി എന്ന് പറഞ്ഞാൽ പിശാച് പോകത്തില്ല. വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, പിശാചിനെ ഓടിക്കാനുള്ള ഏറ്റവും വലിയ മരുന്ന് നീ വിശുദ്ധിയോടെ ജീവിച്ച് ദൈവത്തിൻ്റെ വചനം ഉള്ളിലാക്കിയാൽ തക്ക സമയത്ത് വചനം തന്ന് പിശാച് ഹല്ലേലൂയ കൊണ്ടുവരുന്ന തന്ത്രങ്ങൾ തകർന്നു പോകാനായിട്ടിടയായിത്തീരും. വചനത്തിന് ശക്തിയുണ്ട്. തക്ക സമയത്ത് ദൈവം നമുക്ക് തരുന്ന വചനം നമ്മുടെ നാവിൽ കൂടെ വിളിച്ചു പറയുവാനായിട്ടിടയായിത്തീരണം. അവിടെ ദൈവിക വിടുതലുകൾ സംഭവിക്കുവാനായിട്ടിടയായിത്തീരും. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ. ഇന്ന് നമ്മൾ പാടിയല്ലോ, ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചല്ലോ, ഈ വൈവാം സഹോദരങ്ങളുടെ സാക്ഷ്യങ്ങളൊക്കെ നമ്മൾ കേട്ടല്ലോ, വചനം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ ദൈവ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ, എൻ്റെ വാക്കുകളോട് നിർത്തുകയാണ്, ഇന്ന് പകൽ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്താൻ ഞാൻ പറയുന്നില്ല, സ്വയമായി ഒന്ന് ശോധന ചെയ്ത് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവത്തോടൊന്ന് പറയാൻ കഴിയുമോ? ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട് and renew a right spirit within me. Restore unto me the joy of thy salvation. Take not thy Holy Spirit from me. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചവരാ ഒരു കാലത്ത്. എന്നാൽ എവിടെ വെച്ചോ എന്തെയോ ജീവിതത്തിൻ്റെ തകരാറുകൾ നിമിത്തമായി ആ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടിട്ട് ഇവിടെ വന്ന് വെറുതെ കൈയടിക്കുന്നവരാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു മടങ്ങി വരവ് ആവശ്യമായിരിക്കുന്നു. ഒരു മടങ്ങി വരവ് ആവശ്യമായിരിക്കുന്നു. കർത്താവേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്.
ഈ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ എന്നെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ വലിയ വിടുതലുകൾ നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകളിൽ, നിങ്ങളുടെ ജോലി മേഖലകളിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൻ്റെ അന്തരീക്ഷത്തിൽ, നിങ്ങളുടെ സാമൂഹിക ജീവിതത്തിൽ കർത്താവ് തരുവാനായിട്ടിടയായി, നിങ്ങളുടെ ആത്മീയ മണ്ഡലത്തിൽ വലിയ വിടുതൽ തരുവാനായിട്ടിടയായി തീരും. ഇന്ന് പകൽക്കാലം ഒരു നിമിഷം പ്രാർത്ഥിക്കാനായിട്ട് കഴിയുമോ? ഹൃദയംഗമായി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ദൈവമേ, എൻ്റെ കുറവുകളെ ക്ഷമിക്കണമേ, എനിക്ക് അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കണം. അത് മതി കർത്താവേ, അത് മതി. അങ്ങയുടെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കണം. ഒരു നിമിഷം ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ജൂരാദലാദുരാജ ഹംദരാദലാജ അഥലാഗാബാബാരാജ ഷൂഡാദഹത്തുരാദ ഓരാദലാദുരാജ ശഖാരിഗാലാജ. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഇന്ന് പകൽ എന്നെ ശ്രദ്ധിച്ച ഈ ജനത്തിനു വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാത്ത ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവ് അവരെ തൊഴണമെന്ന് പ്രാർത്ഥിക്കുന്നു, അവരോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരുടെ കുറവുകളെ അങ്ങ് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപങ്ങളെ, തെറ്റുകളെ അങ്ങ് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവേ, അവിടുത്തെ സാന്നിധ്യം കൊണ്ട് അവരെ നിറയ്ക്കണമേ. അത് ദൈവശക്തിയായി മാറുവാനിടയാകണമേ. ദൈവശക്തി എന്തെന്നറിയുവാൻ അവരെ സഹായിക്കണമേ. എൻ്റെ ദൈവമേ, അവരെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങളെ അഴിക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഇന്ന് പകൽ അവരുടെ കണ്ണുകൊണ്ട് കാണാൻ, അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ഇടയാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് സൈന്യത്താൽ അല്ല, അത് ശക്തിയാൽ അല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ സംഭവിക്കട്ടെ കർത്താവേ. ശരി ബാബേ, എൻ്റെ മുമ്പുള്ള മഹാപർവ്വതമേ, നീ ആര്? നീ സമഭൂമിയായി തീരുമെന്ന് അരുളി ചെയ്ത സർവശക്തനായ ദൈവമേ, യഹോവ മഹാദൈവമാകുന്നു. പർവ്വതങ്ങളെ അതറിയാതെ എടുത്തു കളയുമെന്ന് ഞങ്ങളുടെ വാഗ്ദത്തമാകയാൽ എൻ്റെ കർത്താവേ, ജനത്തിൻ്റെ മുമ്പിലുള്ളതായ പർവ്വത സമാനമായ പ്രതിസന്ധികൾ ഹല്ലേലൂയ എത്ര വലുതായാൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം ഹല്ലേലൂയ അതിനെ എടുത്തു കളയുന്ന ദൈവപ്രവൃത്തികൾക്കായി ഞങ്ങൾ നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ വാഴ്ത്തുന്നു കർത്താവേ. സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ ഇന്ന് പകൽ ഇതിൻ്റെ നടുവിലായിരിക്കുന്ന ആ സഹോദരിക്ക് വേണ്ടി, ആ സഹോദരന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവിക സമാധാനം കൊണ്ട്, ദൈവിക സ്വസ്ഥത കൊണ്ട് അങ്ങ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവം, ഞങ്ങളുടെ ദാസന്മാർക്കായി സ്തോത്രം. ഈ സഭയുടെ അതിരുകളെ കർത്താവ് വിശാലമാക്കുന്നതിനായി സ്തോത്രം. നാഥ, അവിടുത്തെ വരവ് താമസിക്കുന്നെങ്കിൽ വലിയ വിശാലതയിലേക്ക് ഈ സഭയെ കർത്താവ് നയിക്കുന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. വിശ്വാസത്തോടെ ഞങ്ങളത് കൈ ചെയ്യണപ്പാ. ഈ റോഡുകളിലെ ട്രാഫിക്, ഞായറാഴ്ചകളിലെ ഈ റോഡുകളിലെ ട്രാഫിക് ഈ സഭയിൽ ഹല്ലേലൂയ ഈ മെട്രോ ചർച്ചില് വരുന്ന ആളുകൾ കൊണ്ട് നിറഞ്ഞതായി തീരുവാൻ എൻ്റെ കർത്താവ് ഇടയാക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പണ്ടുള്ളതിനെ ഓർക്കേണ്ട, മുമ്പുള്ളതിനെ നിരൂപിക്കേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുന്നു. വാഗ്ദത്തം ചെയ്ത ദൈവമേ, ഇപ്പോൾ തന്നെ അവിടുത്തെ ഒരു പ്രവൃത്തി ഇതിന്റെ നടുവിൽ വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്ത കർത്താവേ. അറക്കാനും എടുക്കാനും നശിപ്പിക്കാനും ശൂന്യത വരുത്താനും കടന്നു വരുന്ന സകല പൈശാചിക ശക്തിയുടെ തന്ത്രങ്ങളുടെ മേലും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്ന കർത്താവേ. സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളെവിടെ കൊണ്ടുവന്നതിനായി സ്തോത്രം നാഥ. ഞങ്ങളെ കാലുകൊത്തിയതൊരു വിടുതലാക്കി തീർക്കുന്നതിനായി സ്തോത്രം. മഹത്വം എല്ലാം കർത്താവ് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു പാസ്റ്റർ.